ഇതാണ് കത്തീഡ്രൽ റോഡ്. ഇത് അണ്ണ ഫ്ലൈ ഓവറാണ്. ഇതിൻ്റെ മേലെ നിന്നിട്ടാണ് നാടോടിക്കാരിൽ മോഹൻലാൽ, ശ്രീനിവാസൻ, മാമുക്കോയ ദുബായ് എന്നും പറഞ്ഞ് കൊണ്ടിറക്കിയിട്ട് നടന്നു പോകുമ്പോൾ ഇവിടെ ഒരു കുതിരനെ കാണുന്ന സീനൊക്കെ ഇല്ലേ, അതൊക്കെ ഇത് ഇവിടെയാണ്. ശരിക്കും ജെമിനി സ്റ്റോപ്പ് എന്നാണ് അതിന് പറയുക. ഫ്ലൈ ഓവറിൻ്റെ പേര് അണ്ണ ഫ്ലൈ ഓവർ എന്നാണ്. ഇവിടെ കറക്റ്റ് ഒരു ബാംഗ്ലൂർ സ്റ്റൈൽ. ഇത് കാണുന്നതാണ് ചെമ്പൊഴിപ്പൂങ്ക്. ഇവിടുത്തെ ഏറ്റവും വലിയ ബൊട്ടാനിക്കൽ ഗാർഡൻ. എൻട്രൻസ് അവിടെ ഉണ്ട്, അപ്പുറത്താണ് അതിൻ്റെ ഗേറ്റ്. ഇവിടെ വലിയ വലിയ കുറേ സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ കാണുന്നതാണ് US കൗൺസിലേറ്റ് ചെന്നൈയിലാണ്. ഇതൊരു ഗംഭീര സംഭവം ഉണ്ട്. 10,000 സ്ക്വയർ ഫീറ്റ് ഗ്ലാസ് ഗാർഡൻ. ആ ഗാർഡൻ്റെ അകത്ത് വളരെ റയറായിട്ടുള്ള ചെടികളും പൂക്കളും ഒക്കെയുള്ള ഒരു സംഭവം. അതുകൂടാണ്ട് 500 മീറ്റർ സിപ്പ് ലൈൻ, പിന്നെ ആർട്ടിഫിഷ്യൽ ലേക്കുകൾ, പിന്നെ മ്യൂസിക്കൽ ഫൗണ്ടൻ, അങ്ങനെ കുറേ സംഭവങ്ങളുള്ള ഒരു പാർക്കാണത്. 100 രൂപ അഡൽറ്റിനും 50 രൂപ കുട്ടികൾക്കുമാണ് എൻട്രൻസ് ഫീസ്. പിന്നെ ഇതിൻ്റെ അകത്ത് ഒക്കെ പല ആക്ടിവിറ്റീസിനും കയറുമ്പോൾ അതിനൊക്കെ സെപ്പറേറ്റ് പൈസ കൊടുക്കണം. അല്ല, ഇതാണ് ഇവിടുത്തെ മെയിൻ പരിപാടി. ഇതൊക്കെ തന്നെയാണ് പരിപാടി. ഇതിനുള്ളൊരു സ്ഥലം കൂടിയാണത്. ഗുഡ് മോർണിംഗ്. ചെന്നൈയിലെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. 4ാമത്തെ ദിവസമാണെന്ന്. ഇന്ന് ഞങ്ങൾ തിരിച്ചു പോവാണ്. നല്ല രാത്രി ഒന്ന് പനിച്ച് ക്ലൈമറ്റ് പെട്ടെന്ന് മാറി. അതാണ് പ്രശ്നം. ക്ലൈമറ്റ് മാറിയെന്നവിടെ ചൂടായി, ഹ്യൂമിഡിറ്റി ഉണ്ട്. പിന്നെ വെള്ളം കുറച്ച് പ്രശ്നമാണ്. ഇവിടെ ഉപ്പ് കലർന്ന വെള്ളമാണ്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഞാൻ താമസിച്ചിരുന്ന ഹോട്ടലിൻ്റെ ഫ്രണ്ടിലാണ്, പ്രീമിയർ മാൻഷൻ. ഇവിടുത്തെ നമ്പർ ഡീറ്റെയിൽസൊക്കെ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് താമസിക്കണമെന്നുണ്ടെങ്കിൽ 400 രൂപ ഉള്ളൂ. സിംഗിൾ റൂം, നോൺ AC. ഇവിടെ ഒന്ന് താമസിക്കാം. പിന്നെ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. ഞാനിപ്പോൾ എന്തായാലും എൻ്റെ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ 7:10 തൊട്ട് മുമ്പിലാണ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഫ്രീ ആണല്ലോ. ഗവൺമെൻറ്റാണ്. സ്കാനിങ് എന്ത് വേണമെങ്കിലും ചെയ്തു തരും, പൈസ ഒന്നും കൊടുക്കണ്ട. അപ്പോൾ അവിടെ നിന്ന് പോയിട്ട് എൻ്റെ പനിയുടെ കാര്യം എന്ന് പറയണം. അത് കഴിഞ്ഞിട്ട് ഇന്ന് രാത്രി ട്രെയിൻ ഉണ്ട്, ആലപ്പി എക്സ്പ്രസ്, നേരെ നാട്ടിലോട്ട്. കുറച്ച് ഇൻഫർമേഷൻ പറയാനുണ്ട്. ഒന്ന്, നിങ്ങളിവിടെ വരികയാണെങ്കിൽ റാപ്പിഡോ എന്ന് പറയുന്ന ഒരു ആപ്പ് ഉപയോഗിക്കുക. എനിക്കത് ഉപയോഗിക്കാനുള്ള സമയം കിട്ടിയില്ല. പക്ഷേ ഇവിടെ എല്ലാവരും ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ആപ്പാണ് റാപ്പിഡോ എന്ന് പറയുന്നത്. റാപ്പിഡോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫാസ്റ്റാണ്. നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. ഓട്ടോ, ടാക്സി, ബൈക്ക് എല്ലാം ഉണ്ട്. നിങ്ങളിപ്പോൾ ഒരു ഓട്ടോ കയറുകയാണെങ്കിൽ അവരിങ്ങനെ സുറ്റി കൊണ്ടുപോയി അവർക്ക് പറയുന്ന പൈസയാണ് മേടിക്കുക. റാപ്പിഡോ എന്ന് പറഞ്ഞാൽ അതല്ല, നമുക്കറിയാം, ബുക്ക് ചെയ്യുമ്പോൾ തന്നെ അറിയാം എത്ര രൂപ ആവും എന്നുള്ളത്. നമ്മൾ യൂബറൊക്കെ പോലെ തന്നെ സംഭവം. ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ റാപ്പിഡോ ആണ് ഉപയോഗിക്കുന്നത്. ബൈക്കാണെങ്കിൽ അതിനെല്ലാം ചാർജ് കുറവാണ്. ഒരാൾ വരും, ബൈക്കിൽ നമ്മളെ പിക്ക് ചെയ്യും, ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ അത് നല്ലൊരു സംഭവമാണ്. ആ ചാർജ് മാത്രമേ മേടിക്കുള്ളൂ, വേറെ ചാർജൊന്നും മേടിക്കില്ല. പിന്നെ നിങ്ങൾ ബസ്സിൽ കയറുകയാണെങ്കിൽ ശ്രദ്ധിക്കുക, ബസ്സാണ് ഏറ്റവും നല്ലത് പോകാൻ വേണ്ടി. പക്ഷേ ലോങ് ട്രിപ്പൊക്കെ ആണെങ്കിൽ ബസ്സിന് പോയി കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ചാൽ ട്രാഫിക്കിൽ പെടും. വളരെ ചാർജ് കുറവാണ്, 5 രൂപ മുതലുള്ളൂ മിനിമം ചാർജ്. പിന്നെ ചില്ലറ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലെങ്കിൽ അവർ ഒരു 100-ൻ്റെ 200-ൻ്റെ നോട്ട് മേടിച്ചിട്ട് അതിൻ്റെ ബാക്കിൽ എഴുതി തരാമെന്ന് പറഞ്ഞിട്ട് തരലുണ്ടാവില്ല. ചിലപ്പോൾ നമ്മൾ മറക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ അവർ തരാൻ മറക്കുന്നതായിരിക്കും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ഒരു പുതിയ പാർക്ക് വന്നിട്ടുണ്ട്. ഒരു 10,000 സ്ക്വയർ ഫീറ്റ് ഗ്ലാസ് ഗാർഡനൊക്കെ ആയിട്ട് ഒരു പാർക്ക്. ഡോക്ടർ കലഞ്ഞർ സെന്റിനറി പാർക്ക് എന്നാണ് ആ പാർക്കിൻ്റെ പേര്. വലിയ പാർക്കാണ്. അതായത് ചെമ്പൊഴിപ്പൂങ്ക എന്ന് പറഞ്ഞിട്ടൊരു ബൊട്ടാനിക്കൽ ഗാർഡൻ ഉണ്ടായിരുന്നു ജെമിനി ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ. അതിന് തൊട്ട് ഓപ്പോസിറ്റാണ് ഈ ഒരു ഗാർഡൻ വരുന്നത്. അവിടേക്കാണ് ഞാൻ ഇത് കഴിഞ്ഞ് ഡോക്ടർ കണ്ടതിന് ശേഷം അവിടേക്കാണ് പോകുന്നത്. എന്തായാലും നല്ലൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ എപ്പോഴും ഇവിടെ നിന്നിട്ടാണ് ഇൻട്രൊഡക്ഷൻ പറയുന്നത്. വെച്ചാൽ ഇതൊരു സൈലൻ്റ് ഏരിയയാണ്. സിറ്റി അങ്ങോട്ട് റോഡിലോട്ട് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടികളുടെ സൗണ്ടൊക്കെ കാരണം നമുക്കൊന്നും പറയാൻ പറ്റില്ല, ഒന്നും കേൾക്കില്ല. ഇതൊരു ചെറിയൊരു ഇടുങ്ങിയ വഴിയാണ്. അവിടെയാണ് പ്രീമിയർ മാൻഷൻ. വളരെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഇന്ന് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ചെന്നൈയിലുള്ള തമിഴ്നാട്ടുകാരനാണ്, രജിത് പ്രഭ എന്നാണ് പേര്. പുള്ളി ഉണ്ടാവും. അപ്പോൾ പുള്ളിയായിട്ട് ഞാൻ സംസാരിക്കുന്നത് മിക്കവാറും ഈ തമിഴ് ഇംഗ്ലീഷിലൊക്കെ ആയിരിക്കും കേട്ടോ, ക്ഷമിക്കുക. നേരം പരവര വെളുത്ത് തുടങ്ങിയിട്ടാ. ഓട്ടോറിക്ഷക്കാരൊക്കെ ആക്റ്റീവായി. ഇന്ന് സ്കൂളുണ്ട്, തിങ്കളാഴ്ചയാണ്. അപ്പോൾ സ്കൂളിലെ കാരണം കുട്ടിയെ നല്ല തിരക്കായിരിക്കും ബസ്സിലൊക്കെ. രാവിലെ തന്നെ നോക്കി ഈ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിലാണ് അവർ. ഇതിവിടെ അതിതാണ് മെഡിക്കൽ കോളേജ് കേട്ടോ, വലുത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് ഒരു 2 മിനിറ്റ് നടക്കാനുള്ളൂ. ഈ ഒരു എൻട്രൻസ് ആണ് കേട്ടോ നമ്മളെ ഹോട്ടലിന് തൊട്ടുള്ള എൻട്രൻസ്. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്. ഇതിലോട്ടൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഡോക്ടറെ കാണാം. ഇതാണ് കാഷ്വാലിറ്റിയുടെ. അപ്പോൾ ഡോക്ടറെ കണ്ടു. ഒരു മലയാളി ഡോക്ടറാണ്, തൊടുപുഴക്കാരൻ. മരുന്ന് എഴുതിയിട്ടുണ്ട്. ആഫ്റ്റർ ഫുഡ്, ബിഫോർ ഫുഡ്, 3 ടൈപ്പ് മെഡിസിൻ ഉണ്ട്. പിന്നെ പൈസ ഒന്നും ചിലവില്ല. ഇനി നമ്മളെ സെയിം ഹോട്ടൽ, നമ്മളിവിടെ നിന്നാണ് സാധാരണ ഭക്ഷണം കഴിക്കുന്നുണ്ട്. മലയാളി ഹോട്ടലാണ്. ദോശ, എന്നും ദോശ തന്നെ. ഇഡ്ഡലി, പൊങ്കൽ, ദോശ, ഇത് തന്നെയുള്ള ഇവിടെ.
അപ്പോൾ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു. പിന്നെ ഇനിയിപ്പോൾ കത്തീഡ്രൽ റോഡിലാണ് ഈ ഒരു പാർക്ക് ഇരിക്കുന്നത്. ഞാനിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. അവിടെ നിന്ന് മൗണ്ട് റോഡിൽ പോയി കഴിഞ്ഞാലാണ് ബസ് കിട്ടുന്നത്. അപ്പോൾ ഞാനിപ്പോൾ മൗണ്ട് റോഡിൽ പോയിട്ട് അവിടെ നിന്ന് കത്തീഡ്രൽ റോഡിലോട്ട് പോകണം. ഇതാണ് മൗണ്ടൻ റോഡ് ബസ് സ്റ്റോപ്പ്. ഇവിടെ നിന്ന് 3 സ്റ്റോപ്പുള്ളൂ. താമ്പരം പോകുന്ന ബസ്സുകളൊക്കെ ആ വഴിക്ക് പോകുന്നതാണ് പോലീസുകാരൻ പറഞ്ഞത്. ഇതാണ് കത്തീഡ്രൽ റോഡ്. സ്വിഗ്ഗി ഓൺലൈൻ ഫുഡ് ഡെലിവറി ഉണ്ട്. അവരെ ഓഫീസാണ് കാണുന്നത്. ഇതൊരു ഓഫീസ്. ഒരുപാട് ഓഫീസുകളുണ്ട് ഇവിടെ. മെയിനായിട്ട് ഇവിടെ ഫുഡ് ഡെലിവറിക്ക് വേണ്ടി ആൾക്കാർ ഉപയോഗിക്കുന്നത് സ്വിഗ്ഗിയാണ്. ഈ കാണുന്നതാണ് ദ പാർക്ക് ഹോട്ടൽ. ഇത് ഇവിടുത്തെ ഭയങ്കര ഒരു ഹോട്ടലാണ്. 5 സ്റ്റാർ ഹോട്ടലാണ്. ഈ ആ ബ്രിഡ്ജാണ്. ഇതാണ് ജെമിനി ബ്രിഡ്ജ്. ഇത് അണ്ണ ഫ്ലൈ ഓവറാണ്. ശരിക്കും ജെമിനി സ്റ്റോപ്പ് എന്നാണ് അതിന് പറയുക. ഫ്ലൈ ഓവറിൻ്റെ പേര് അണ്ണ ഫ്ലൈ ഓവർ എന്നാണ്. ഇവിടെ കറക്റ്റ് ഒരു ബാംഗ്ലൂർ സ്റ്റൈല്. ഇത് കാണുന്നതാണ് ചെമ്പൊഴിപ്പൂങ്ക്. ഇവിടുത്തെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ. എൻട്രൻസ് അവിടെ ഉണ്ട്. അപ്പുറത്താണ് അതിൻ്റെ ഗേറ്റ്. അവിടെ വലിയ വലിയ കുറേ സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ ആ കാണുന്നതാണ് US കൗൺസിലേറ്റ് ചെന്നൈയിലാണ്. ഞാൻ പ്രതീക്ഷിച്ച ആളെത്തി. ഇതാണ് രജിത് പ്രഭ. ഇതാണ് പാർക്കിൻ്റെ മെയിൻ എൻട്രൻസ്. നമ്മൾ വരാൻ ഉദ്ദേശിച്ചിരുന്ന സ്ഥലം ഇതല്ല കേട്ടോ. ആ കാണുന്നതാണ്. അത് കൊള്ളട്ടാ ട്രാഫിക് ലൈറ്റ്. ഒരു ഫുള്ള് സിഗ്നൽ, ഒരു സ്ക്വയർ പോലെ. സാധാരണ 3 ഉണ്ടാവാറുള്ളൂ. ഒരു ഫുള്ള് കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഡോക്ടർ കലൈഞ്ഞർ സെനിറ്ററി പാർക്ക്. വരാൻ വേണ്ടിയിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. പക്ഷേ ഇന്ന് തിങ്കളാഴ്ചയാണ്. ഇത് ക്ലോസ് ആണ്. ഇവിടെ ഇതിൻ്റെ ടൈമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. മൺഡേ വീക്ക്ലി ഹോളിഡേ. പിന്നെ ഓരോന്നിൻ്റെ റേറ്റ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് പാർക്ക്. എന്തായാലും ഇവിടം വരെ വന്നല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഏതാണ് ചെമ്പൊഴിപ്പൂങ്ക. ഇവിടെ കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ആൾക്ക് മലയാളം വലിയ പിടിയില്ല. വാട്ട് ഈസ് ദിസ്? വാട്ടർ ഓർ പെട്രോൾ? വാട്ടർ. ഇതാണ് എൻട്രി. ഇവിടെ എൻട്രൻസ് ഫീസ് ഉണ്ടോ എന്നറിയില്ല, നോക്കണം. ഇവിടെ രാവിലെ 10 മുതൽ വൈകിട്ട് 8 മണി വരെ ഇവിടെ ഫീസ് ഉണ്ട് കേട്ടോ. എൻട്രൻസ് ഫീസ് ഉണ്ട്. ഇതൊന്നും ശ്രദ്ധിച്ചു വെച്ചു. ഒരാൾക്ക് 75 രൂപ, 2 പേർക്ക് 150 രൂപ. ഇവിടെ ഇത് ബോർഡ് തന്നെയാണല്ലേ. വീഡിയോ ക്യാമറ ആണെങ്കിൽ 100 പരിപാടിയൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേ അങ്ങ് പോവാം. ഇവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട് ആൾക്കാർ. ഇതാണ് ഈ പാർക്കിൻ്റെ ഒരു ടോട്ടൽ മാപ്പ് കേട്ടോ. കുറേ എന്തോ പരിപാടിയൊക്കെ ഉണ്ടെന്നുകൊണ്ടകത്ത്. എന്നാലും പോയി നോക്കാം. ഇവിടെ ആരുമില്ല. വാ. It's a botanical garden, right? They changed the botanical garden from here to there. Dr. Kalanyar. Yes. Dr. Kalanyar cemetery പാർക്കിലോട്ട് മാറ്റിയിട്ടത് ബൊട്ടാണിക്കൽ ഗാർഡൻ. ഒരു ചെറിയൊരു പാർക്ക് മാത്രമേ ഉള്ളൂ എന്നുകൊണ്ടുള്ളൂ. അവരൊരു ഓഫീസിലൊന്നും ഉണ്ടല്ലോ. ഇതെന്താ ലൈറ്റില്ല, ജസ്റ്റ് ആർച്ച് മാത്രമേ ഉള്ളൂ അല്ലേ. ഫോട്ടോ പണാൻ കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു ഏരിയ ഉണ്ട്. ഇത് കൊള്ളട്ടാ. ഇത് ആർച്ചാണ്. അതിൻ്റെ അകത്ത് ലൈറ്റൊന്നുമില്ല. ഞാൻ വിചാരിച്ച് ലൈറ്റുകളാണ്. ഇതിവിടെ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ. ഇവിടെ നിറയെ തമിഴ് സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിരുന്ന സ്ഥലമാണത്. ഇപ്പോൾ ആരുമില്ല ഇവിടെ. എവിടെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പഴയ ഹോട്ടലായിരുന്നു. അത് റീകൺസ്ട്രക്ട് ചെയ്ത് ഗവൺമെൻറ് പാർക്കാക്കിയുണ്ട്. പ്രത്യേകിച്ചൊന്നുമില്ല. എന്നാലും ഇവിടെ വരെ വന്നപ്പോൾ ഒന്നിങ്ങനെ കയറി കണ്ടതാണ്. ആമതാനെ ആമ. എത്ര പിള്ളേരാ സ്കൂളിൽ നിന്ന് വരുന്നത്. ഇതാണ് അവിടുത്തെ മെയിൻ പരിപാടി കേട്ടോ. ഇതിനുള്ള സ്ഥലമാണത്. നല്ല തണുപ്പിട്ട് ഇതിൻ്റെ അകത്ത്. നല്ല പച്ചപ്പ് കണ്ടോ. ഇതൊക്കെയാണ് അവിടുത്തെ പരിപാടിയുണ്ട്. ഓരോ പെണ്ണുങ്ങളായിട്ട് വരാം അവിടെ ഇരിക്കുക. ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല കിടിലൻ സ്പോട്ടാണ്.
മരങ്ങളുടെയൊക്കെ വലിപ്പം കണ്ട കൊള്ള ടൈപ്പാണ്. കുറേ സമയം ചിലവഴിക്കാൻ വേണ്ടിയിട്ട് ബെസ്റ്റാണത്. ചൂടിന്ന് ചെന്നൈയിൽ ഭയങ്കര ചൂടല്ലേ, ഈ ചൂടിൽ നിന്ന് സമയം ചിലവഴിക്കണമെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി. അല്ല, ഇതാണ് അവിടുത്തെ മെയിൻ പരിപാടി. ഇതൊക്കെ തന്നെയാണ് പരിപാടി. ഇതിനുള്ളൊരു സ്ഥലം കൂടിയാണത്. ഇവിടെ കുറച്ച് മരങ്ങൾ കുറവാട്ടോ. നല്ല രസമല്ലേ ഈ ലേക്ക്? ഇറ്റ്സ് വെരി ഗുഡ് റൈറ്റ്. സി, ഒരു മരത്തിൻ്റെ പേര് നോക്കി. ദിസ് ഈസ് ദ റൂട്ട്. ആനയുടെയൊക്കെ അസ്ഥി കൂടെ അല്ല, സ്കെൽട്ടൺ. This is very old park, right? Maybe 10 years more. 10 years ഇരിക്കാം. 10 years ഇരിക്കാം. ഇത് കൊള്ളല്ലേ? രണ്ട്, ദിസ് ഇസ് ടു പീക്കോക്ക് ഐ തിങ്ക്. അത് കണ്ടോ, ഒരു കപ്പ് ഉണ്ടാക്കി വെച്ചേക്കണ അവിടെ. അവിടെ ഫോട്ടോഷൂട്ട് നടക്കണുണ്ട്. അവിടെ ഫോട്ടോഷൂട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള പെർമിഷൻ മേടിക്കണുണ്ട്. 25,000 രൂപയാണ് ഷൂട്ടിങ്ങിനുള്ള പെർമിഷൻ. അവിടെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊരു ജസ്റ്റ് ഓപ്പൺ എയർ ഏരിയ, റൈറ്റ്? പ്രോഗ്രാംസൊക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ളൊരു സ്ഥലമാണ്. നമ്മൾ കറങ്ങിത്തിരിഞ്ഞ് ആ എൻട്രിയുടെ അവിടെ തന്നെ വന്നിട്ട് ഇവിടെ നിന്നാണ് നമ്മൾ അങ്ങോട്ട് പോയത്. ഇത്രേ ഉള്ളത്. ദിസ് ഈസ് ഗുഡ് റൈറ്റ്? ദിസ് ഈസ് ബട്ടർഫ്ലൈ. ലൈറ്റും കൂടെ ഇടുകയാണെങ്കിൽ അടിപൊളിയാണ് രാത്രിയൊക്കെ. സ്കൂൾ പിള്ളേർ വന്നിട്ട് ഫുള്ള് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ചെറിയൊരു ക്യാൻറ്റീൻ എന്ന് പറയാൻ പറ്റില്ല, എന്താ പറയുക, ഐസ്ക്രീമൊക്കെ വെക്കുന്നൊരു കട മാത്രമേ ഉള്ളൂ അതിൻ്റെ അകത്ത്. കോഫി ഷോപ്പൊന്നുമില്ല. ഇവിടെ ഒരു ചെറിയ പാർക്ക് കൂടെ ഉണ്ട്. ഇതൊക്കെ തന്നെ ഉള്ളൂ, പ്രത്യേകിച്ചൊന്നുമില്ല. കമ്പി കൊണ്ടുള്ള പരിപാടി ഉണ്ടത്. കമ്പി വെള്ളിയത് വെച്ചേക്കണത്. ഇത് കൊള്ളാലോ. അതൊക്കെ ചെടി ഫൈക്കസാണ്. ഫൈക്കസ് എത്ര കൊല്ലത്തി ചെടിയായിരിക്കും അറിയത്. കൊള്ളം, വലിയ കുഴപ്പമില്ല. കുറച്ച് സമയമൊക്കെ ചിലവഴിക്കാൻ വേണ്ടി വന്നിട്ടിരിക്കാൻ പറ്റിയ സ്ഥലമാണ്. സമയമുള്ളവർ കേട്ടോ. ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ കണ്ടെടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഈ വഴിക്ക് ഇങ്ങനെ വന്നത്. ഇതാണ് ഇവിടുത്തെ മെയിൻ പരിപാടി. അവിടെ ബാത്റൂമുണ്ട്. ബാത്റൂമൊക്കെ നല്ല ക്ലീൻ ബാത്റൂംസ് ഇതാ. നല്ല ഡെറ്റോളൊക്കെ ഇട്ട് തുടച്ച് അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഉഗ്രം ബാത്റൂമാണ്. അത്രേ ഉള്ളൂ സെമ്മൊഴി പൂങ്ക. ഇവർ 75 രൂപ കൊടുത്തിട്ട് കയറേണ്ട ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഞങ്ങളിവിടുന്ന് എക്സിറ്റ് ചെയ്യണം കേട്ടോ.